വെടിക്കെട്ട് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നു. തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഓൺലൈനായി ക്യാബിനറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 10:30 മണിക്ക് തിരുവാമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്നിട്ടുള്ള അവലോകന യോഗം വിളിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുമതി തന്നിരുന്നു. അതനുസരിച്ച് നാളെ രാവിലെ 10:30 ഞാൻ ഈ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അവസാന തീരുമാനമെടുക്കും, എല്ലാവരുമായി കൂടി ആലോചിച്ചതിന് ശേഷം. ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ പരിക്കേറ്റവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അതീവ ഗൗരവത്തോടുകൂടി ആ പ്രശ്നത്തെ കാണുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും കൂടാതെ കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഡോക്ടർമാരെയും വരുത്തി ഏറ്റവും വിദഗ്ധ സംഘത്തിൻ്റെ ചികിത്സ പരിക്കേറ്റവർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ 10 പേരാണിപ്പോൾ ICUയിലുള്ളത്. അതിൽ 2-3 പേരുടെ നില ഗുരുതരമാണ്, 2 പേര് വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ നമുക്ക് ബോഡി കിട്ടിയത് ഇന്നലെ ഏതാണ്ട് 5 എണ്ണം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞു, 2 എണ്ണം ഇനിയും കൊണ്ടുപോകാനുണ്ട്. ബാക്കി അവശേഷിക്കുന്ന മൃതശരീരങ്ങളുടെ പാർട്സ് DNA ടെസ്റ്റ് നടത്തിയായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംഘം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ വിദഗ്ധന്മാരിപ്പോൾ എത്തിച്ചേരും. അതിനുശേഷം DNA ടെസ്റ്റ് നടക്കും. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരുപക്ഷെ പല രൂപത്തിൽ നോക്കിയപ്പോഴും കാണാൻ കഴിയാതിരുന്നപ്പോൾ കിടാവർ ഡോഗ് വന്ന് ആ ഡോഗിൻ്റെ പരിശോധന കൂടെ നടന്നപ്പോഴാണ് ഇപ്പോൾ പാർട്സ് വീണ്ടും കിട്ടിയെന്നുള്ള മെസ്സേജ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇന്നലെ കിട്ടിയതനുസരിച്ച് നമുക്ക് 7 പേരുടെ മൃതശരീരം മുഴുവനായും ബാക്കിയുള്ളത് പാർട്സായിട്ടുമാണ് കിട്ടിയിരുന്നത്. ഒരുപക്ഷെ എത്ര പേരുണ്ട് എന്നുള്ള അവസാനമായി നമുക്ക് പറയണമെങ്കിൽ ഇന്നത്തെ പരിശോധനകൾ കൂടി കഴിയേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ഇന്ന് രാവിലത്തെ സ്ഥിതിഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ യോഗം വിളിച്ചിട്ടുണ്ടല്ലോ 10:30. നാളെ 10:30 മീറ്റിംഗ് പ്രയോറിറ്റിക്കാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഇന്ന് ക്യാബിനറ്റ് ഞങ്ങൾ പൊതുവിൽ കൂടി ആലോചിക്കുന്ന വിഷയം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്, അല്ലാതെ ഏത് വേണമെന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നത് ശരിയല്ല. അതിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും തിരുവാമ്പാടി ദേവസ്വത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയും ഒപ്പം ഒരു അപകടം വന്ന സ്ഥിതിയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അവസാനം ഒരു തീരുമാനം. നിശ്ചയമായും അതുകൊണ്ടാണല്ലോ കൂടിയാലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ വരെ നമ്മുടെ അഭിപ്രായം അവരുമായും കൈമാറാം, അവരുടെ അഭിപ്രായം നമ്മളുമായി പങ്കുവയ്ക്കാം. എല്ലാം ചേർന്നിട്ട് ഒരു പൊതുവായ നിലപാടിൽ നമുക്ക് എത്തിച്ചേർന്നിട്ട് അത് ഭാവിയിൽ കൂടിയാലോചിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം ഉണ്ടായപ്പോഴാണ് ചില നിയന്ത്രണങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ കൊണ്ടുവന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചില പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം നിൽക്കുകയും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചോളം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഭംഗിയായി വിജയകരമായി ഈ പൂരത്തിന് വെടിക്കെട്ട് നടന്നിരുന്നു. പണ്ടും തൃശ്ശൂരിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതീവ സുരക്ഷതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണമോ അതെല്ലാവരുമായി കൂടി ആലോചിച്ച് നിയമവിദഗ്ധരുമൊക്കെയായി കൂടി ആലോചിച്ചതിന് ശേഷം അത് സർക്കാർ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കയറി പ്രഖ്യാപിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാനാവൂ. അതുകൊണ്ട് തന്നെ അത് ഏകപക്ഷീയമായിട്ട് ദിവസം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്, ക്യാബിനറ്റ് കൂടി ആലോചിച്ചാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റിന് പെർമിഷൻ എടുത്ത് രാവിലെ 10 മണിക്ക് ഓൺലൈനായി ചേരുന്നുണ്ട്. ആ ക്യാബിനറ്റിൽ എന്തൊക്കെയാണ് വിഷയം വരുന്നെന്നുള്ളത് ക്യാബിനറ്റ് കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതെ, ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് സ്പെഷ്യൽ ക്യാബിനറ്റ് അടിയന്തരമായി ചേർന്നിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും അടിയന്തരമായി പരിക്കേറ്റവരെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണമോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കെല്ലാം തന്നിരുന്നു. ഞങ്ങൾ മന്ത്രിമാരെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.
തുടർ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ചികിത്സ ഏറ്റവും പൂർണ്ണമായി ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ ആധുനിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ അവർക്ക് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തന്നെ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു. ഇന്നലെ തന്നെ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും എല്ലാം ചേർന്ന് അവിടെ തന്നെ യോഗം ഞങ്ങൾ ചേർന്നിരുന്നു. അവസാനം തീരുമാനമെടുത്തതിന് ശേഷം ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോന്നിരുന്നത്. CME ഒരു ചികിത്സയിലായതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കണക്കിലൊരു അവ്യക്തത ഇപ്പോഴും നിൽക്കുക. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കണക്കിലെ അവ്യക്തത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അവർ ഇതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യം പറഞ്ഞത് 41 പേരുണ്ട്, കഴിഞ്ഞിട്ട് 42 പേരെന്ന് പറഞ്ഞു. ഭക്ഷണം വാങ്ങിച്ചത് 41 പേർക്കാണെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഇന്നലെ ആശുപത്രി വന്നത് 14 പേരാണ്. ആ 14 പേരിൽ ഒരാൾ എലൈറ്റിലേക്ക് പോയിട്ട് 13 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് വലിയ ഗുരുതരമായ പരിക്കില്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ള 10 പേരാണ് യഥാർത്ഥത്തിൽ ICയിലേക്ക് കയറ്റിയത്. ആ ICയിലുള്ളതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്, 3 പേർക്ക് ഗുരുതരമായ സ്ഥിതി ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബാക്കി ഈ അവശേഷിക്കുന്ന ഓടി രക്ഷപ്പെട്ട 2-3 പേരെ ഞങ്ങൾ കാണാനിട വന്നു. അതിലൊരു പയ്യൻ ഓടി രക്ഷപ്പെട്ട് അദ്ദേഹം വിശദമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2 സ്ത്രീകൾ നേരത്തെ പുറത്തിറങ്ങിപ്പോയി, ഒരാൾക്ക് കാലിന് പരിക്കേറ്റതും മറ്റൊരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റ ആളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ 2-3 പേരെ കണ്ടപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴും കൃത്യമായി നമ്പർ അവർ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും ആ സംഭവ സ്ഥലം കൂടുതൽ പരിശോധന നടത്തി. ദിവസം ബോർഡ് സെക്രട്ടറി ഗിരീഷ് പറയുന്നത് അവരുടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന 5 പേരടക്കം അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ കൂടാനുള്ളൊരു സാധ്യത തന്നെയല്ലേ കാണുന്നത്? കാരണം നമുക്കതാ സംശയം. നിങ്ങൾ പറയുന്ന പോലെ തന്നെ അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ കിടാവർ ഡോഗ് ഉൾപ്പെടെ വന്നിട്ട് പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശിച്ചിട്ട് പോലീസ് അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക്കുകാർ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദഗ്ധ സംഘങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധന നടത്തിയെങ്കിലേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ ആളുകളുണ്ടോ എന്ന് നമുക്കറിയാം. ഈ സമയത്തിനുള്ളിൽ സംഭവിച്ചിട്ട് എത്ര സമയമായല്ലോ, എത്രയും മിസ്സിംഗ് ഉണ്ടായി എന്നുള്ള എന്തെങ്കിലും വിവരം പോലീസിനായോടെങ്കിലും വിളിച്ച് ആ അന്വേഷണത്തിലും നമ്മൾ എല്ലാ സ്ഥലത്തും നമ്പറുകൾ കൊടുത്തിരുന്നു. 3 കൺട്രോൾ റൂമുകൾ തുറന്നു. 1 റവന്യൂവിൻ്റെ കൺട്രോൾ റൂം തുറന്നിരുന്നു, നമ്മുടെ മെഡിക്കൽ കോളേജിലൊരു കൺട്രോൾ റൂം തുറന്നിരുന്നു, പോലീസ് ഒരു കൺട്രോൾ റൂം തുറന്നിരുന്നു. നമ്പറുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എവിടുന്നെങ്കിലും മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ പറഞ്ഞുള്ള മെസ്സേജുകൾ മീഡിയ വഴി ഇന്നലെ തന്നെ കൊടുക്കാനായിട്ട് കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. കളക്ടർ അതനുസരിച്ച് ആ സന്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, അതാണ് പ്രശ്നം. അതൊക്കെ ഇനി മറ്റുള്ള സാധാരണ കാണുന്നതുണ്ടെങ്കിൽ പോലും അത് കത്തിപ്പോയിട്ടുണ്ടാവും, അതാണ് വിഷയം. അത് പരിശോധിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കൃത്യമായ രേഖ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.